എല്ലാവർക്കും ഹാപ്പി ഓണം. ഹലോ ഗേൾസ്, ഐ എം ജാസ്മിൻ. അപ്പോൾ നമ്മൾ ഇപ്പം എൻ്റെ ഈ ലുക്ക് കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഞാൻ ഇന്ന് പറയാൻ പോണത് ഓണം മേക്കപ്പ് ലുക്കാണ്. അപ്പോൾ ഇപ്പം എന്താ പറയുക, നാട്ടിലിപ്പോൾ അവസ്ഥയൊക്കെ ഇങ്ങനെ ആയിപ്പോയി. അപ്പോൾ എന്താ പറയുക, ആവശ്യം ഇപ്പം നാട്ടിലല്ല വേറെ എവിടെയാണെങ്കിലും ഇപ്പം ഓണം വരുന്നുണ്ട്. അപ്പോൾ എല്ലാ മലയാളീസും ആഘോഷിക്കുന്നതാണ് ഓണം. അപ്പോൾ ഇതുപോലെ എവിടെയെങ്കിലും ഇത് കണക്കൊരു ഓണം മേക്കപ്പ് എന്താ പറയുക, നിങ്ങൾക്ക് ഒരുങ്ങി പോകേണ്ട ഒരു കാര്യം വരെയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇപ്പോൾ എൻ്റെ ഈ ഒരു മേക്കപ്പ് ലുക്ക് ഞാൻ റെഡിയാവാൻ പോകുന്നത് നിങ്ങൾക്ക് നോക്കി അതേപോലെ എന്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് നല്ലപോലെ ഹെൽപ്പ്. ഏകദേശമൊക്കെ മഴയൊക്കെ കുറയുന്നുണ്ട്, ചില സ്ഥലങ്ങളിലൊക്കെ വെള്ളമൊക്കെ താന്ന് വരുന്നുണ്ട്. അപ്പോൾ എല്ലാം പെട്ടെന്ന് ശരിയാവട്ടെ എന്ന് വിചാരിക്കുന്നു, അതുപോലെ തന്നെ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഞാൻ ഇപ്പോൾ ഉടുത്തേക്കുന്ന സാരി കേരള സാരിയാണ്. അതിനകത്ത് ഗോൾഡ്, ഗ്രീന്, മെറൂൺ ബോർഡറാണ് ഉള്ളത്. ഇപ്പോൾ ബ്ലൗസ് ആണെങ്കിൽ ഞാൻ ഒരു മൾട്ടി കളർ ബ്ലൗസാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇതിനകത്തും ഈ സാരിയുടെ ബോർഡറിലുള്ള അതേപോലെ തന്നെ ഗോൾഡ്, ഗ്രീൻ, മെറൂൺ, പിന്നെ ചെറിയൊരു ബ്ലാക്ക് ഷെയ്ഡും കൂടെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഇട്ടേക്കുന്ന ഡ്രസ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റിൽ ഞാനൊരു മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യാൻ പോണത്. അപ്പോൾ ഞാൻ എപ്പോഴും യൂസ് ചെയ്ത് നമുക്ക് ഈ പ്രാവശ്യം ഹിമാലയയുടെ ഈ നൗറിഷിംഗ് ക്രീമാണ് യൂസ് ചെയ്യാൻ പോണത്. അപ്പോൾ നമുക്കത് ചെയ്യാം. അപ്പം നമ്മൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് ഞാൻ ഇടാൻ പോണത് ഒരു ഫൗണ്ടേഷനാണ്, മേബിലിൻ്റെ ഈ ഡ്രീം സാറ്റിൻ ലിക്വിഡ്. അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യാൻ പോണത്. ഇത് 48 സൺ ബേജ്, ഇതാണ് കളറിൻ്റെ ഷെയ്ഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫൗണ്ടേഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് ഞാൻ ഒരു കൺസീലറാണ് യൂസ് ചെയ്യാൻ പോണത്. അപ്പോൾ നമുക്ക് കൺസീലർ യൂസ് ചെയ്യാം. കാരണം നമുക്ക് കണ്ണിൻ്റെ അടിയിലൊക്കെ കുറച്ച് ഡാർക്ക് സർക്കിളിൻ്റെ ഒക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ഇത് ചെറുതായിട്ടെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയാണ്. പിന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ഈ ലിപ്സിൻ്റെ ഈ ഭാഗത്തൊക്കെ ഒരു ചെറിയ പിഗ്മെൻറ്റേഷൻ കാണും. അപ്പോൾ അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മളപ്പോൾ ഏകദേശം കൺസീലർ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത നമ്മൾ ഇടാൻ പോണത് ഒരു കോമ്പാക്ട് പൗഡറാണ്. മീൻസ് ഞാൻ ഒരു പുതിയ കോമ്പാക്റ്റാണ് ഇപ്രാവശ്യം യൂസ് ചെയ്യാൻ പോണത്, ഫെദർ ഫിനിഷ് ലണ്ടൻ. അപ്പോൾ നമുക്ക് ഇത് യൂസ് ചെയ്യാം. ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടൊരു കോമ്പാക്റ്റാണ്. കാരണം എന്ന് വെച്ചാൽ നല്ല ഫിനിഷിങ് ഉണ്ട്. അതുപോലെ ഫേസ് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇത് ഡ്രൈ ആക്കുന്നതുമില്ല. കാരണം എൻ്റെതൊരു ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് അധികം ഡ്രൈ ആക്കിയ കുറച്ച് ഭയങ്കര എന്തൊരു സ്കിന്നിങ്ങനെ എന്താ പറയുക
ഇങ്ങനെ ഇളകി വരുന്നതൊക്കെ പോലെ തോന്നും. അപ്പം ഇതാകുമ്പോൾ അത്രയ്ക്ക് ഡ്രൈ ആക്കുന്നില്ല. അതുകൊണ്ട് എനിക്കിത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഈ പ്രാവശ്യം കോൺട്ര ഒന്നും ചെയ്യുന്നില്ല, ഹൈലൈറ്ററും യൂസ് ചെയ്യുന്നില്ല. കാരണം ഒരു ഓണം മേക്കപ്പ് ആയതുകൊണ്ട് ഇപ്പം ഒരുപാടൊക്കെ ചെയ്ത് അധികം ഓവർ ആക്കണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ അതൊന്നും യൂസ് ചെയ്യുക. അത് കുറച്ച് സിമ്പിളായിട്ടാണ് ഇടുന്നത്. നമ്മളിപ്പോൾ പാർട്ടിക്കൊക്കെ പോണ പോലെ അല്ലല്ലോ നമ്മളൊരു ഓണം മേക്കപ്പ് ആകുമ്പോഴത്തേക്ക്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതൊന്നും യൂസ് ചെയ്യാതെ ഇത് മാത്രം ഇടുന്നത്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഫേസിലിടുമ്പോഴത്തേക്ക് നെക്കിലും കൂടെ ഇടാൻ മറക്കണ്ട. നമ്മൾ ഫൗണ്ടേഷനും മോയ്സ്ചറൈസറും പിന്നെ കോമ്പാക്ട് പൗഡർ, കൺസീലറൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞു. അടുത്തത് ഞാൻ കറക്റ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഐബ്രോയാണ്. ഞാൻ ഐബ്രോയ്ക്ക് ഈ പ്രാവശ്യം പെൻസിലല്ല യൂസ് ചെയ്യുന്നത്, ഐബ്രോ പൗഡറാണ്. ഇതാണ് യൂസ് ചെയ്യാൻ പോണത്. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അധികം അങ്ങോട്ട് ഡാർക്കാക്കിയാൽ എനിക്ക് ഫേസിന് മാച്ച് ആവത്തില്ല. സോ ഞാൻ ചെറുതായിട്ടൊന്ന് മാത്രമേ കളറ് കൊടുക്കുള്ളൂ. നമ്മളെപ്പോഴും ബ്ലാക്ക് കൊടുക്കുന്നതിനേക്കാളും ഒരു ബ്രൗൺ ഷെയ്ഡ് കൊടുക്കുന്നതായിരിക്കും ഫേസിന് മാച്ച് ആവുന്നത്. ഓക്കെ, അപ്പം ഞാൻ ഇത്ര മാത്രമേ കൊടുക്കുന്നുള്ളൂ. അടുത്തത് നമുക്ക് ഒരു ഐഷാഡോ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഐഷാഡോയ്ക്ക് ഇതിൻ്റെ ബ്ലൗസിനോ സാരിക്കോ മാച്ച് ചെയ്തൊന്നും ഇടുന്നില്ല. ഫേസിന് മാച്ച് ആവുന്ന ഒരു നാച്ചുറൽ ഷെയ്ഡാണ് കൊടുക്കാൻ പോണത്. മീൻസ് ഇതിനകത്ത് ഈ ഒരു ഓറഞ്ച് ഷെയ്ഡ് ഇതാകുമ്പോൾ നമ്മുടെ സ്കിന്നുമായിട്ട് നല്ല മാച്ചായിരിക്കും. ഐഷാഡോ ഇട്ടുന്ന ഒരു ഫീൽ വരത്തതുമില്ല. നിങ്ങൾക്ക് കണ്ടിട്ട് തോന്നുന്നില്ലേ? കാരണം നമ്മുടെ ഫേസുമായിട്ട് വലിയൊരു ഡിഫറൻസ് ഇല്ല ഈ കളറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാണുന്നവർക്ക് വളരെ നാച്ചുറലായിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഐഷാഡോ ഇട്ട് കഴിഞ്ഞു. ഐഷാഡോ യൂസ് ചെയ്ത് കഴിഞ്ഞു. അടുത്തത് നമുക്ക് ഒരു കാജൽ യൂസ് ചെയ്യാം. ഞാൻ ബോജോയ്സിൻ്റെ ഈ വാട്ടർ പ്രൂഫ് കാജലാണ് യൂസ് ചെയ്യാൻ പോണത്. അപ്പോൾ നമുക്ക് ഇത് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ കാജൽ ഏകദേശം എഴുതി കഴിയാറായി. ഞാനിപ്പോൾ മുകൾ ഭാഗത്ത് മാത്രമേ എഴുതുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ട താഴെ എഴുതാം. വേണം എന്നുള്ളവർക്ക് എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ കണ്ണെഴുതി കഴിഞ്ഞു. അടുത്തത് ഒരു മസ്കാര യൂസ് ചെയ്യാം. മസ്കാര ഞാൻ ഈ പ്രാവശ്യം മാക്സ് ഫാക്ടറിൻ്റെ ഈ ഫാൾസ് ലാഷ് എഫക്റ്റാണ് യൂസ് ചെയ്യുന്നത്. ഇത് അത്രയ്ക്കൊരു ഫുള്ളി ലാഷസ് കിട്ടുന്ന മസ്കാരയൊന്നുമല്ല, പക്ഷേ എന്നാലും എനിക്കിത് ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ കണ്ണിൻ്റെ മേക്കപ്പ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ മുകളിൽ കൊടുത്ത ആ ഐഷാഡോ അതേ കളർ തന്നെ, കാരണം കണ്ണിൻ്റെ താഴ്ഭാഗത്ത് ഞാൻ എഴുതാത്തത് കൊണ്ട്
അതേ ഷെയ്ഡ് തന്നെ ജസ്റ്റ് ഇതാ ഇവിടെയും കൂടെ ഒന്ന് കൊടുക്കുന്നുണ്ട്. പിന്നെ അപ്പോൾ നമുക്ക് അടുത്തതായിട്ടൊരു ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാം. ഞാൻ ലിപ് ലൈനർ കൊടുക്കുന്നില്ല, കാരണം ലിപ് ലൈനറും കൂടെ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ഡ്രമാറ്റിക് ഫീൽ ചെയ്യും. അതുകൊണ്ട് ഞാൻ ഈ പ്രാവശ്യം ലിപ്സ്റ്റിക്ക് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഇതൊരു ട്രഡീഷണൽ ലുക്ക് ആയതുകൊണ്ട് ഞാൻ വേറെ ഇങ്ങനെ പിങ്ക്, പർപ്പിൾ അങ്ങനത്തെ കളറൊന്നുമല്ല യൂസ് ചെയ്യാൻ പോണത്. ഇപ്പം നിങ്ങൾക്കാണെങ്കിൽ പോലും ഒരു ഓണം ലുക്ക് ആകുമ്പോഴത്തേക്ക് ഇപ്പോൾ റെഡ്, മെറൂൺ അങ്ങനത്തെ കളേഴ്സ് ആ ഒരു ഷെയ്ഡ് ചൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്, അവരവർക്ക് ഇഷ്ടമുള്ള കളേഴ്സ് യൂസ് ചെയ്യാം. സോ ഈ പ്രാവശ്യം ഞാൻ ഈ കളറാണ് യൂസ് ചെയ്യാൻ പോണത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് കാണാം ഇത് അത്രയ്ക്ക് റെഡും അല്ല മെറൂണും അല്ല, ഏകദേശം എന്നാൽ റെഡും ആണ്. അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് ഞാൻ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഞാൻ ലിപ്സ്റ്റിക് എല്ലാം ഇട്ട് കഴിഞ്ഞു. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഒരു പൊട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ എൻ്റെ ഹെയർ സ്റ്റൈലിൽ മുടി കെട്ടി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഒരു കുറവുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. എനിക്ക് പൂ കിട്ടിയിട്ടില്ല. ഇവിടെ പൂ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എനിക്ക് ഇത് വെച്ചിട്ട് ഈ വീഡിയോ എടുക്കാൻ പറ്റാഞ്ഞത്. നാട്ടിൽ ഇഷ്ടംപോലെ പൂവുള്ളത് കൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന പോലെ നല്ലപോലെ പൂവൊക്കെ വെച്ച് നല്ല സുന്ദരിയായിട്ട് എല്ലാ ആൾക്കാരും ഓണം ആഘോഷിക്കാൻ വേണ്ടി പോവുകയോ വീട്ടിൽ ആഘോഷിക്കുകയോ കോളേജിലോ സ്കൂളിലോ എവിടെ നിന്ന് വെച്ചാൽ എല്ലാവരും നല്ല അടിച്ചു പൊളിക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, അതിനകത്ത് പ്രസ് ചെയ്താൽ മതി. ജസ്റ്റ് ഒരു ക്ലിക്ക് കൊടുത്താൽ എൻ്റെ പുതിയ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഇതിനകത്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ വീഡിയോ കാണുക, ഷെയർ ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക. ഇതൊക്കെ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. താങ്ക് യു സോ മച്ച്. ടാറ്റാ.